ഹായ് ഫ്രണ്ട്സ്, വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ 1-2 പാർട്ടുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്താണ്. അതും കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സെഷനിൽ 21 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2024 വുമൺ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് ബറ്റാലിയൻ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് വേണ്ടി നടന്ന പേപ്പറാണ്. സോ ആദ്യത്തെ 2 പാർട്ടുകളും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയാം. 21ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന പ്രീവിയസ് ആയിട്ട് ഈ ഒരു സെഷനിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് ഒരു ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് 21. 22 പ്രീവിയസ് അതേപോലെ ചോദിച്ചിട്ടുണ്ട്. സ്കീംസ് കേട്ടോ, സ്കീംസ് എന്നുള്ള ഭാഗത്ത് നിന്നാണ് പദ്ധതികൾ. 23 ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. ഇത് ഈ രീതിയിൽ എങ്ങനെ കറക്റ്റായിട്ടൊന്നും ചോദിച്ചിട്ടില്ല, ഇതൊരു ഫ്രഷ് ക്വസ്റ്റ്യൻ ആണ്. 24 കറണ്ട് അഫെയർ ആണ്. 25 ക്വസ്റ്റ്യൻ ഡിലീഷന് പോയിട്ടുണ്ട്. പക്ഷേ ഇതിലെ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. കാരണം പ്രധാനമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 26 എന്ന് പറയുന്നത് ഇതും ഒരു സ്കീംസ് ആണ് കേട്ടോ. സ്കീംസ് നന്നായിട്ട് വരുന്നുണ്ട്, സ്കീംസ് ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ ഏതാ സ്കീംസ് എന്ന് പറഞ്ഞത്? 24 സ്കീം അല്ല, ഇത് കറണ്ട് അഫെയർ ആണ്. മുമ്പ് സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും? യെസ്, അതും സ്കീം, കേരള സർക്കാരിൻ്റെ ആ സ്കീമിന്. അപ്പോൾ 2 സ്കീമായി ഈ ഒരു ഒറ്റ സെക്ഷനിലായിട്ട്. 27 കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇത് എന്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. 28 ക്വസ്റ്റ്യൻ ഡിലീഷന് പോയിട്ടുണ്ടെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക്, 2013 പോയതാണ് ക്വസ്റ്റ്യൻ ഡിലീഷന് പോകാൻ കാരണം. 2023 ആയിരുന്നു വേണ്ടിയിരുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. 29 കോമൺ ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, പഞ്ചായത്ത് രാജ് സിസ്റ്റം. പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. 30 ഇപ്പം തന്നെ ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ മാസം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2-3 പ്രാവശ്യമായി ഈ ഒരു ക്വസ്റ്റ്യൻ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ നോക്കാം. അത് സോ ഈ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന 10 ക്വസ്റ്റ്യൻ എടുത്തു കഴിയുമ്പോൾ ഈ 10 ഏകദേശം എനിക്ക് തോന്നുന്നു 7-8 ക്വസ്റ്റ്യൻ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അത് നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ നിൽക്കാവൂ. ഓക്കെ, ഫ്രഷ് ആയിട്ടുള്ളത് അതിന് ശേഷം നോക്കുക. കാരണം ഏകദേശം ഒരു നിങ്ങൾ പഠിക്കുന്നതിൽ ഏകദേശം ഒരു 50-60 ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യും, പ്രീവിയസ് മാത്രം നോക്കിയിട്ട് പോയാൽ. പ്രീവിയസ് മാത്രം നോക്കി ബൈഹാർട്ടാക്കിയിട്ടല്ല, അത് മനസ്സിലാക്കണം, അതിലാണ് കാര്യം. കാരണം ബൈഹാർട്ടാക്കാൻ നിങ്ങൾക്കത് ബൈഹാർട്ടാക്കിയാൽ എന്ത് ചെയ്യും, അത് പിന്നെ കുറച്ചുകൂടി പെട്ടെന്ന് ഡൗട്ട് അടിക്കും എക്സാം ഹാളിൽ, പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലേക്ക് ചോദിക്കുമ്പോൾ. എന്തായി മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ ഇപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ പഞ്ചായത്ത് രാജ്, എന്താ പഞ്ചായത്ത് രാജ് എന്നുള്ളതും മനസ്സിലാക്കുക. അതിനുശേഷം വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതുമായിട്ട് കണക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറ്റാരോപിക്കപ്പെട്ട ആൾക്കും എന്തുണ്ട്, അവിടെ അവകാശങ്ങളുണ്ട്. സോ ഇത് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിളിലെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ ഏതാ ആർട്ടിക്കിൾ എന്ന് നിങ്ങൾ പറയാൻ, ഞാൻ 3 സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ഒരു വ്യക്തിയെയും ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു വ്യക്തിക്ക് ഒരു കുറ്റത്തിന് ഒരു ശിക്ഷയെ പാടുള്ളൂ, ഒന്നിലധികം ശിക്ഷ പാടില്ല. അതേപോലെ എന്താ, ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ എന്തില്ല, പാടില്ല. ഓക്കെ, ഒരു നിയമം വന്നിട്ടില്ല പക്ഷേ ഒരാൾ കുറ്റകൃത്യം ചെയ്തു, പിന്നെയാണ് നിയമം വരുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളെ ഒരിക്കലും ശിക്ഷിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല, തനിക്കെതിരെയായിട്ട് തെളിവുകൾ നൽകാൻ നിർബന്ധിക്കരുത്. സോ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഇവിടെ ശരിയാണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഏത് ആർട്ടിക്കിളിലാണ് ഇത് പറയുന്നത്? ഇത് കറക്റ്റ് 3 സ്റ്റേറ്റ്മെൻറ്റുകളും ഒരു ആർട്ടിക്കിൾ വരുന്നതാണ്, ആർട്ടിക്കിൾ 20 കേട്ടോ. നിർബന്ധമായിട്ട് പഠിക്കണേ. ഫണ്ടമെൻ്റൽ റൈറ്റിൽ വരുന്ന എല്ലാ ആർട്ടിക്കിളുകളും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് ഫോഴ്സ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ, ഈ പോലീസ് കോൺസ്റ്റബിൾ, SI ഒക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് അതിൽ നിന്ന് വരും. ഓക്കെ, ഏകദേശം ആർട്ടിക്കിൾ 14 മുതൽ എന്ത് ചെയ്യണം, 14 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിൾ നിർബന്ധമായിട്ടും ഫുള്ളായിട്ട് പഠിച്ചു വെക്കണം. അതെന്തായാലും നിർബന്ധമായിട്ട് ഒന്ന് ചോദിക്കും. സോ ഇതിനൊക്കെ ഒരു പേരുണ്ട് ആർട്ടിക്കിളിൽ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 3 സ്റ്റേറ്റ്മെൻറ്റുകളില്ലേ, ഇപ്പോൾ ഇതിനൊക്കെ ഒരു പേരുണ്ട്. ആ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കണം. കാരണം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അത് ചോദിക്കാം. കാരണം ഇതിൽ നോ ഡബിൾ ജിയോപോഡി ഇത് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. നോ എക്സ് പോസ്റ്റ് ഫാക്ട് ലോ എന്ന് വെച്ചാൽ എന്താ, അത് നിങ്ങൾക്ക് കിട്ടും. എന്താണ് പോസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ, മുമ്പ് എന്താണ് ചെയ്ത ഒരു കാര്യത്തിന് പിന്നീട് ലോ വരുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ ശിക്ഷിക്കാൻ പാടില്ല. നോ ഡബിൾ
ഡബിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഡബിൾ എന്ന് വെച്ചാൽ എന്താ, രണ്ടാണ്. അതായത് രണ്ട് ശിക്ഷ നൽകാൻ പാടില്ല ഒരു കുറ്റകൃത്യത്തിന്. അതാണ് തൊട്ട് മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. നോ സെൽഫ് ഇൻക്രിമിനേഷൻ, അതായത് സ്വയം തെളിവ് നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, പ്രേരിപ്പിക്കില്ല. സോ ഇതാണ് ആർട്ടിക്കിൾ 20 പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇതേപോലെ തന്നെ ആർട്ടിക്കിൾ 22 കേട്ടോ. ആർട്ടിക്കിൾ 22 ഇടയ്ക്ക് ചോദിക്കുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 22 മെയിനായിട്ട് പറയുന്നത് കരുതൽ തടങ്കലിനെ കുറിച്ചാണ്. എന്താ ഈ കരുതൽ തടങ്കൽ? അതായത് ഒരു വ്യക്തി കുറ്റകൃത്യം ചെയ്യുന്നുള്ളത് എന്താണ്, നിയമവ്യവസ്ഥയ്ക്ക് ഒരു തോന്നൽ, ഇന്ന വ്യക്തി ഇന്ന കുറ്റകൃത്യം ചെയ്യും. സോ അയാൾ എന്ത് ചെയ്യാൻ പറ്റും, അയാളെ കരുതൽ തടങ്കലിലേക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ വിചാരണ കൂടാതെ എത്ര വരെ വെക്കാൻ പറ്റും? 3 മാസം വരെ വെക്കാൻ പറ്റും കേട്ടോ. 3 മാസത്തിന് ശേഷം അത് എന്ത് ചെയ്യാൻ പറ്റും, അത് പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും, അത് ഒരു കമ്മിറ്റിക്ക് മുമ്പാകെയൊക്കെ ജുഡീഷ്യറിക്ക് മുമ്പാകെ ഹാജരാക്കേണ്ടി വരും. എന്നാലും ഈ 3 മാസം എന്നുള്ളതും ഓർത്തുക്കണം. ഈ കരുതൽ തടങ്കൽ ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതും എന്ത് ചെയ്യണം, ഓർത്തുക്കണം. ആർട്ടിക്കിൾ 22 ആദ്യമായിട്ട് കരുതൽ തടങ്കലിൽ വെക്കപ്പെട്ട വ്യക്തി ആരാ, അതും ഇടയ്ക്ക് ചോദിക്കണ്ടേ, AKG ആണ് കേട്ടോ. AKG മറന്നുകൊണ്ട. സോ ഇതാണ് കരുതൽ തടങ്കൽ. വിചാരണ കൂടാതെ 3 മാസം വരെ എന്ത് ചെയ്യാൻ പറ്റും, കരുതൽ തടങ്കലിൽ വെക്കാൻ പറ്റും. ഇനി 22 കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക. ഇത് പ്രീവിയസ് ആയിട്ട് ഇതേ രീതി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. കാരണം നവകേരള പദ്ധതിയിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. സോ അത് എളുപ്പമാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ. കാരണം 4ാമത് ഒന്ന് ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി. സോ ഏതൊക്കെയാണ് ആ നവകേരള കർമ്മ പദ്ധതിയിൽ വരുന്നത്? ലൈഫ് മിഷൻ, ആർദ്ര മിഷൻ, ഹരിത കേരള മിഷൻ. ഒന്നുകൂടി ഉണ്ട് കേട്ടോ. 3 പദ്ധതികളുള്ള 4 പദ്ധതികളുണ്ട്. സോ അതിലൊന്ന് തെറ്റിച്ചിട്ട് നവകേരള സദസ്സ്, ഇതെന്തല്ല, ആ നവകേരള കർമ്മ പദ്ധതിയിൽ പെടുന്നതല്ല. സോ ഇത് പെടാത്തത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരിക, നവകേരള സദസ്സ്. നവകേരള മിഷനിൽ വരുന്ന 4 കാര്യങ്ങൾ ഇതൊക്കെയാണ്, 4 പദ്ധതികൾ. 4 പദ്ധതി ഏതൊക്കെയാണ്? ഒന്ന് ഹരിത കേരളം, ജൈവ പച്ചക്കറി, അതൊക്കെ മാലിന്യ സംസ്കരണം കേട്ടോ. എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണേ. കാരണം ഇതിൽ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. ആർദ്രം പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിച്ചിട്ടുണ്ട്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ആർദ്രം. ആർദ്രം എന്ന് വെച്ചാൽ ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇത് ആർദ്രം. ഹരിത കേരളം ക്ലിയർ ആണല്ലോ. അതായത് എന്താണ്, പച്ചക്കറി കൃഷിയും അതേപോലെ മാലിന്യ സംസ്കരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഹരിത കേരളം. ലൈഫ് മിഷൻ, അതായത് പാർപ്പിട പദ്ധതിയാണ് ലൈഫ്. പിന്നെ ഉള്ളത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പാഠ്യപദ്ധ രീതിയിലൊക്കെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഈ 4 വൃത്തിക്ക് പഠിക്കണേ. ഇത് ഏതിൽ വരുന്നതാണ്? നവകേരള മിഷനിൽ വരുന്ന 4 പദ്ധതികളാണ്. ഇതെന്ത് ചെയ്യാറുണ്ട്, എടുത്ത് ചോദിക്കാറുണ്ട്. ഹരിത കേരളം, ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ പദ്ധതി സംരക്ഷണ യജ്ഞം. ഇനി 23 ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ചിട്ട് ഉത്തരം എഴുതുക. ഇതിലെ ഈ ക്വസ്റ്റ്യനിൽ ഒരു ട്രിക്ക് കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്ഷൻ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി നോക്ക്, പ്രസ്താവന 2 തെറ്റാണ്. ഓപ്ഷൻ ഡി നോക്ക്, പ്രസ്താവന 1, 3 പ്രസ്താവനകൾ ശരിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ സെയിം അല്ലേ? കാരണം 3 പ്രസ്താവനകളാണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. അതിൽ പ്രസ്താവന 2 തെറ്റാണെന്ന് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡിയിൽ 1, 3 പ്രസ്താവനകൾ ശരിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും ഉദ്ദേശിക്കുന്ന സെയിം കാര്യങ്ങളാണ്, ഒരേ കാര്യത്തെയാണ് ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത്. സോ ആ കേസ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇതിലേതെങ്കിലും ശരിയായി തന്നെ ക്വസ്റ്റ്യൻ ഡിലീഷന് പോകും. സോ എന്തായാലും നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് ഒരിക്കലും എന്ത് ചെയ്ത് നിങ്ങളവിടെ ഒരിക്കലും കുത്താൻ പാടില്ല. കാരണം ഇതിലേതെങ്കിലും ഒന്ന് ശരിയായാൽ ക്വസ്റ്റ്യൻ ഡിലീഷന് പോകും. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇനി ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റുകളാണെങ്കിൽ ക്വസ്റ്റ്യൻ ഡിലീഷന് പോവില്ല. കാരണം ആൻസർ എയോ സിയോ ആയിരിക്കും ആ ടൈമിൽ. സോ നിങ്ങൾ കുത്തേണ്ട ആൻസർ എയോ സിയോ ആണ്. എന്തായാലും ഇവിടെ ആൻസർ സി ആണ് വരിക. എന്താ ഈ പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരം ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്താ? അതായത് ഒരു നിയോജക മണ്ഡലങ്ങളും അതായത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആനുപാതിക പ്രാതിനിധ്യം കേട്ടോ. ഇതാണ്, അതായത് ഒരു വലിയ പ്രദേശത്ത് ഇന്ത്യയിൽ ഉള്ളത് ഇതല്ല കേട്ടോ. ഇന്ത്യയിലുള്ളത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അത് മറന്നുകൊണ്ട്, അതുകൊണ്ട് ഇത് കൺഫ്യൂസിങ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഏത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്നുള്ളത്. സോ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് വേണ്ടത്. ഒരു വലിയ പ്രദേശത്തെ നിയോജക മണ്ഡലമാക്കിയിട്ട് തിരഞ്ഞെടുക്കും. ചിലപ്പോൾ രാജ്യം മൊത്തം ഒറ്റ മണ്ഡലമായിരിക്കും, ഒരു നിയോജക മണ്ഡലമായിരിക്കും. ഇനി ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം പ്രതിനിധികളുണ്ടാവും. കോമൺലി നമ്മൾ കാണുന്നത് എപ്പോഴും ഒരു പ്രതിനിധിയായിരിക്കും അല്ലേ, ഒരു നിയോജകമണ്ഡലത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, പക്ഷേ ആനുപാതിക പ്രാതിനിധ്യ രീതിയിലാകുമ്പോൾ എന്ത് ചെയ്യും, ഒന്നിലധികം പ്രതിനിധികൾ അവിടെ ഉണ്ടാവും. ഇനി വോട്ടർമാർ പാർട്ടിക്കാണ് വോട്ട് നൽകുന്നത്. അതായത് അവിടെ ഇപ്പോൾ ABC എന്നുള്ള 3 പേര് മത്സരിക്കുന്നുണ്ടെങ്കിൽ 3 പേർക്കും എന്ത് ചെയ്യും, വോട്ട് നൽകും. ഇപ്പോൾ പ്രയോറിറ്റി 1 ചിലപ്പോൾ ആ ഒരു വോട്ടർ വന്നിട്ട്
എക്ക് ഒരു പ്രയോറിറ്റി, ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കും, സിക്ക് രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കും, ബിക്ക് മൂന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കും. സോ അങ്ങനെ ആ ഒരു പാർട്ടിക്കാണ് എന്ത് ചെയ്യുന്നത് അവിടെ വോട്ട് നൽകുന്നത്. അങ്ങനെ ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായിട്ടാണ് എന്ത് ചെയ്യുക സീറ്റ് ലഭിക്കുക. സോ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കും അവിടെ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കിട്ടും. നമ്മുടെ നോർമൽ കേസിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കിട്ടണമെന്നില്ല. ഭൂരിപക്ഷം എന്ന് വെച്ചാൽ എന്താ? ഭൂരിപക്ഷം എന്ന് വെച്ചാൽ 50% മുകളിൽ കിട്ടണമെന്നില്ല. ഇപ്പം 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളാണ് എന്ത് ചെയ്യുക അവിടെ വിജയിക്കുന്നത്. ഭൂരിപക്ഷം തന്നെ എന്ത് ചെയ്യുന്നില്ല, വോട്ടിൻ്റെ 50% +1 വോട്ട് ലഭിക്കണം എന്നുള്ള നിർബന്ധം അവിടെ ഇല്ല. സോ ഇതാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്നുള്ളത്. ഇത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു തരണം. കാരണം ഇതാണ് നമ്മൾ വോട്ട് ചെയ്യുന്ന, നമ്മളിപ്പോൾ ഒരു MLAക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാവും. ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കും. വോട്ടർക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു പാർട്ടി കിട്ടിയ വോട്ടിൻ്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കാം. അതേപോലെ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് തന്നെ ലഭിക്കണമെന്നൊന്നും നിർബന്ധം ഇല്ല. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ആൻസർ എന്ന് പറയുന്നത് എന്താ? അപ്പോൾ ഇതിൽ ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായിട്ട് വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. ഓക്കെ, ഇതെന്താണ്? ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. ഇത് ശരിയാണ്. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കും. ഓക്കെ, വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകാൻ സാധിക്കുമോ? ആനുപാതിക പ്രാതിനിധ്യമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പ്രാതിനിധ്യമാണ്. സോ അതുകൊണ്ട് തന്നെ പ്രസ്താവന 3 എന്താണ്? ഇവിടെ തെറ്റാണ്. അപ്പോൾ തെറ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവന വായിച്ചിട്ട് ഇതിൽ 3 പ്രസ്താവന തെറ്റാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചുരുങ്ങിയത് ഇത് പഠിച്ചു നോക്കട്ടോ. ഇതിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും അതേപോലെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും അത് രണ്ടും വൃത്തിക്ക് പഠിച്ചു നോക്കാം. ചോദിക്കുമ്പോൾ അത് കിട്ടിയാൽ മതി. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരാണ് ചോദിക്കുന്നത്. പഴയ പേരെന്തായിരുന്നു? പഴയ പേര് രാജ്പത്ത് എന്നായിരുന്നു. പുതിയ പേര് എന്താക്കിയിട്ട് മാറിയിട്ടുണ്ട്? കർത്തവ്യ പദ് എന്നാക്കിയിട്ടുണ്ട്. കർത്തവ്യ പത്താണ് പുതിയ പേര്. കറണ്ട് അഫെയർ ആണ്, അതൊക്കെ നോക്കിയിട്ട് പഠിച്ചോണം. 25 ക്വസ്റ്റ്യൻ ഡിലീഷനാണ്. എന്നാൽ ഞാൻ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ചിട്ട് ഉത്തരം എഴുതുക. നിർബന്ധം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രധാനമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 1, മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും വിഭജിക്കുന്നത് കേട്ടോ. അവിടെ വിജയിക്കുന്നതെന്നാണ്, അവിടെ തെറ്റിയതായിരിക്കും അവർക്ക്. അതുകൊണ്ടായിരിക്കാം മിക്കവാറും എന്ത് ചെയ്യത് ക്വസ്റ്റ്യൻ ഡിലീഷനൊക്കെ പോയത്. സോ മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളൊക്കെ കൊടുക്കുന്ന പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അതിൽ സംശയമൊന്നും വേണ്ട കേട്ടോ. ഇനി പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായിട്ട് കണക്കാക്കും. ഇത് ശരിയാണ്, കറക്റ്റാണ്. പ്രധാനമന്ത്രി രാജിവെച്ചാൽ എന്ത് ചെയ്യും? മന്ത്രിസഭ പിരിച്ചുവിടും. പ്രധാനമന്ത്രി മരിച്ചാൽ നോർമൽ കേസിൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായിട്ടാണ് കണക്കാക്കുക. പക്ഷേ മുമ്പ് നിങ്ങൾക്കറിയാം, മുമ്പ് ചില കാര്യങ്ങൾ എന്താ ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യത്തിലാണ് ഓഫീസിലിരിക്കുന്ന ടൈമിലാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമന്ത്രി മരിക്കുന്നത്. പക്ഷേ ആ ടൈമിൽ തന്നെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ആളെ എന്ത് ചെയ്യും? പ്രസിഡന്റ് അവിടെ പ്രധാനമന്ത്രിയായിട്ട് താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് എന്ത് ചെയ്യും? അവിടെ ചുമതല ഏൽപ്പിക്കും. പിന്നെ എന്ത് ചെയ്യും? അതവിടെ ആ ഒരു സെലക്ഷൻ, ആ പാർട്ടി മെജോറിറ്റി വരുന്ന പാർട്ടി സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി 3, ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോകസഭാംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ തുടരാൻ കഴിയൂ. ലോകസഭാംഗം എന്ന് തന്നെ വേണമെന്നില്ല. ലോകസഭാംഗമാണെങ്കിലും രാജ്യസഭാംഗമാണെങ്കിലും പ്രധാനമന്ത്രിയാവാം. എനിക്കൊന്ന് ഇന്ദിരാഗാന്ധിയൊക്കെ രാജ്യസഭയിൽ നിന്ന് പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ്. സോ ആ ഫാക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത് തെറ്റാണ്. രാജ്യസഭാംഗത്തിനും എന്താവാം? ഒരു പ്രധാനമന്ത്രിയായിട്ട് മാറാം. ഇനി ഭരണഘടന അനുസരിച്ച് പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു സഭയിലെ വ്യക്തിക്ക് എന്ത് ചെയ്യാം? പ്രധാനമന്ത്രിയാവാം. പ്രധാനമന്ത്രിയുടെ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ? 75. പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്ററുടെ സെലക്ഷനുമായിട്ട് പ്രൈം മിനിസ്റ്ററെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ 75. 26, കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് കേട്ടോ. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് ഏതാ? നിരാമയ. ആരോഗ്യ ഇൻഷുറൻസ് നിരാമയാണ്. ഇവിടെ ഭിന്നശേഷിക്കാരാണ്. ഇത് ഭിന്നശേഷിക്കാരുടെ അതേപോലെ സ്ത്രീകളുടെ വയോജനങ്ങളുടെ കുട്ടികളെ ഇവരെ സ്ഥിരമായിട്ട് സ്കീമുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് എപ്പോഴും പഠിച്ചുക്കണം. ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. സ്നേഹസാന്ത്വനം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ്. എൻഡോസൾഫാൻ ബാധിതർക്കുള്ള ദുരിതാശ്വാസ പദ്ധതിയാണ് ഇത് സ്നേഹസാന്ത്വനം. സമന്വയം എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡേഴ്സിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഇത് സമന്വയം.
പുനർഗേഹം ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീരപ്രദേശത്ത് താമസിക്കുന്നവരെ എന്താണ് അധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു സ്കീമാണ് ഏത്? പുനർഗേഹം. ചങ്ങാതി, അതായത് അന്യഭാഷാ തൊഴിലാളികൾക്ക് മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീമാണിത്, ചങ്ങാതി. ഓക്കെ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, ഒന്ന് ഓർത്ത് വെച്ചോ. ഏതൊക്കെ എക്സാമിലൊക്കെ എന്തായാലും ചോദിക്കും. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായെന്നുള്ള ഒന്ന് വട്ടിടുക. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ കാണേണ്ടത്. ഒന്ന്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. കറക്റ്റാണ്. കേന്ദ്രത്തിൻ്റെയും അതേപോലെ സംസ്ഥാനത്തിൻ്റെയും ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ നോക്കുന്നത് ഈ CAG, നമ്മൾ നോർമലി ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന CAG എന്ന് വിളിക്കുന്ന കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. ഇനി സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന അതാത് സംസ്ഥാന ഗവർണർക്കാണ്. കറക്റ്റാണ് കേട്ടോ. സെൻട്രലാകുമ്പോൾ അത് എവിടെയായിരിക്കും? പ്രസിഡൻറ്റിനാണ് സമർപ്പിക്കുക. പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. CAGക്ക് ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന അതേ ഒരു ഫോർമാലിറ്റിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? റിമൂവ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇതിൽ 1, 2 ആണ് ഇതിൻ്റെ തെറ്റായുള്ള പ്രസ്താവന ഏതാ? 3. പ്രസ്താവന 3 ഇതിൽ തെറ്റ്. CAG ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോ ഈ കാര്യങ്ങളോ നിങ്ങളൊന്ന് പഠിച്ചോക്കണം. ഇപ്പോഴുള്ള CAG ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ളതാണ്. 2025 എപ്പോൾ? ജൂലൈ 15 ഇപ്പോഴത്തെ CAG ചോദിക്കാറുണ്ട്. KS മൂർത്തി കേട്ടോ. KS മൂർത്തിയാണ് ഇപ്പോഴത്തെ CAG, കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ. അദ്ദേഹത്തിൻ്റെ കാലയളവ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെതല്ല, കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികഴുന്നവരാണ്. ഫസ്റ്റ് കേട്ടോ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ CAG ചോദിക്കാറുണ്ട്, നരഹരി റാവു. ഇത് ഓർത്തോക്കണേ, നരഹരി റാവു ഫസ്റ്റ്. ഈ CAG ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. CAG ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ? 148. ആർട്ടിക്കിൾ 148 CAG വിളിക്കുന്ന 2 പേര് കണ്ട്. ഒന്ന്, പൊതു ഖജനാവിൻ്റെ കാവൽക്കാരെന്ന് വിളിക്കുന്നത് CAG ആണ്. കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലെയാണ് എന്ത് വിളിക്കുന്നത്? പൊതു ഖജനാവിൻ്റെ കാവൽക്കാരെന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്ന് വിളിക്കുന്ന ആരെയാണ്? CAG കേട്ടോ. ഇത് ഓർത്തോക്കണേ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് വെച്ചാൽ നോർമലി PAC എന്ന് വിളിക്കും. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പാർലമെൻ്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അതിൻ്റെ കണ്ണും കാതും എന്ന് വിശേഷിക്കുന്നത് ഈ CAG ആണ്. സോ CAGയിലെ മിനിമം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണ്. ആർട്ടിക്കിൾ 148 മറന്നു വരുത്. 28, സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 അല്ല 2023 സെപ്റ്റംബർ കേട്ടോ. സെപ്റ്റംബർ 2 എൻ്റെ ഒരു ഓർമ്മ. വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാ? ആദിത്യ L1. ആദിത്യ L1 മറന്നു വരുന്നത്. ആദിത്യ കണ്ടോ, K1 എന്നൊക്കെ ചിലപ്പോൾ തരും. ഇതിവിടെ സൂര്യകിരൺ K1 എന്നാണ്, പക്ഷെ ആദിത്യ L1 എന്നുള്ളത് തന്നെ നിങ്ങളത് ഓർമ്മിക്കണം. ലഗ്രാഞ്ചെ പോയിന്റ് എന്നാണ് L എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നോർമലി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സൂര്യനിലെ കൊറോണയെ പറ്റി, സൂര്യൻ്റെ നിങ്ങൾക്കറിയാം സൂര്യൻ്റെ ഒരു ഉപരിതലമാണ് കൊറോണ എന്ന് വിളിക്കുന്നത്. ആ കൊറോണയെ പറ്റിയുള്ള പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ആദിത്യ L1 എന്ത് ചെയ്തത്? വിക്ഷേപിക്കുന്നത്. സോ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തുക. സെപ്റ്റംബർ 2023 സെപ്റ്റംബറിലാണ് വിക്ഷേപിച്ചത് ആദിത്യ L1. ഇനി കോമൺ ആയിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് ചാന്ദ്രയാൻ 2. ചാന്ദ്രയാൻ 2 2019 ജൂലൈ 22 വിക്ഷേപിച്ചത്. വിത്ത് ഡേറ്റ് ഉൾപ്പെടെ ചോദിക്കാറുണ്ട്. ഇനി വിക്ഷേപിച്ച വാഹനം GSLV മാർക്ക് 3 M1 കേട്ടോ. MK മാർക്ക് 3 M1. ഇനി ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം, റോവറിൻ്റെ പേര് പ്രഗ്യാൻ. കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് രണ്ടും ഓർത്തോക്കണം. ഇത് രണ്ടും മാറാതെ നോക്കണം, കാരണം ഓപ്ഷൻ തരുമ്പോൾ അവർ രണ്ടും തരും. വിക്രം പ്രഗ്യാൻ തരും. ലാൻഡറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പ്രഗ്യാനായിരിക്കും. ഓക്കെ, അതിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ലാൻഡ് ചെയ്യാൻ എന്ത് വേണം? ചക്രം വേണം അല്ലേ? അങ്ങനെ ഓർത്ത് വെച്ചാൽ അവിടെ കിട്ടും. പിന്നെ റോവറിൻ്റെ പേരാണ് എന്ത്? പ്രഗ്യാൻ. 30 താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ 29 കേട്ടോ, 28 അല്ലേ ഈ ക്വസ്റ്റ്യൻ. 29ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 29ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ 29. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. എന്താ? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഒന്ന്, ത്രിതല പഞ്ചായത്ത് നിലവിൽ വന്നു. കറക്റ്റാണ്. 3ൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തു. അതും കറക്റ്റാണ്. 29 വിഷയങ്ങൾ 29 കേട്ടോ. അവിടെ ഒരു കൺഫ്യൂഷൻ ചില ആൾക്ക് വരും, കാരണം കറക്റ്റോ ആ നമ്പർ ഓർമ്മയില്ലെങ്കിൽ അവിടെ കൺഫ്യൂസിങ് ആവും. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
സോ 1, 2, 3 കറക്റ്റ്. എല്ലാ പ്രസ്താവനകളും ഇവിടെ എന്താണ് ശരിയാണ്. സോ പഞ്ചായത്ത് രാജ് സിസ്റ്റം നിങ്ങൾ കലക്കി കുടിക്കണം, അത്യാവശ്യമാണ്. എപ്പോഴാണ് നിലവിൽ വരുന്നത്? 1993 ഏപ്രിൽ 24 എന്ത് ചെയ്യുന്നത്? പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത്. പഞ്ചായത്ത് രാജ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നോർമൽ നിങ്ങൾക്കറിയാം, പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓക്കെ, അതിൽ എന്ത് വരും? പഞ്ചായത്ത് വരും, ബ്ലോക്ക് പഞ്ചായത്ത് വരും, ജില്ലാ പഞ്ചായത്ത് വരും. ഇവിടെയൊക്കെ മത്സരിക്കാനുള്ള പ്രായപരിധി എപ്പോഴാണ്? 21 വയസ്സായ ആളുകൾക്ക് എന്ത് ചെയ്യാം? മത്സരിക്കാം കേട്ടോ. വോട്ടല്ല, 21 അവിടത്തേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രായപരിധി 21. അത് ഓർത്ത് നോക്കണേ, അത് ഇടയ്ക്ക് മുമ്പ് ചോദിക്കാറുണ്ടായിരുന്നു. ഇനി ഈ പഞ്ചായത്ത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണെന്ന് ചോദിക്കാറുണ്ട്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്താറുള്ളത്. ഇത് ഈ റീസെൻ്റായിട്ട് ഈ വർഷം തന്നെ ഈ ക്വസ്റ്റ്യൻ 1-2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പഠിക്കുന്ന ആ ടൈമിൽ തന്നെ നിങ്ങൾ ഏതുകൂടി പഠിക്കണം? 74 പഠിക്കണം. കാരണം 92 വന്ന 74ാം ഭരണഘടനാ ഭേദഗതിയിലാണ് എന്ത് വന്നത്? മുനിസിപ്പാലിറ്റി നിയമം അല്ലെങ്കിൽ നഗരപാലിക നിയമം മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് പാസ്സാക്കിയത്. സോ ആ 2 കാര്യങ്ങളും ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി മുനിസിപ്പാലിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ മുനിസിപ്പൽ കോർപ്പറേഷനുണ്ട്, അതേപോലെ മുനിസിപ്പൽ കൗൺസിലും ഉണ്ട്. അതായത് ചെറുതും വലുതും എന്നുള്ള രീതിയിലാണ് മുനിസിപ്പൽ കോർപ്പറേഷനും കൗൺസിലും എന്നുള്ള രീതിയിൽ മാറുന്നത്. സോ ഇതിൻ്റെ അധ്യക്ഷൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. കാരണം ഇത് എല്ലാവർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അധ്യക്ഷയെ വിളിക്കുന്ന പേരാണ് മേയർ. ഓക്കെ, ഇനി മുനിസിപ്പൽ കൗൺസിലിൻ്റെ അധ്യക്ഷനെ വിളിക്കുന്ന പേരാണിത് ചെയർമാൻ. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ നോർമലി കുട്ടികളൊക്കെ കൗൺസിലിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ കൗൺസിൽ ചെയ്യുന്ന ഡോക്ടർ എന്ത് പറയും? ആ ചെയറിൽ അവിടെ ഇരിക്കും എന്ന് പറയില്ല. ചെയറിൽ അവിടെ ഇരുന്നിട്ട് ആളോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ കൗൺസിൽ എന്നുള്ളതും ചെയറും തമ്മിൽ കണക്ട് ചെയ്യാം. ഓക്കെ, കോർപ്പറേഷൻ മേയർ. ഓക്കെ, അത് ആ പേരിൽ തന്നെ കോർപ്പറേഷൻ മേയർ, ആ ടേമിൽ എന്ത് ചെയ്യുക? അത് രണ്ടും കണക്ട് ചെയ്യാം. ഇനി ഇതിൽ 30ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഈ വർഷം തന്നെ 2-3 പ്രാവശ്യം എന്ത് ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ തന്നെ ഈ രീതി ചോദിച്ചിട്ടുണ്ട്. കൺകറൻറ്റ് ലിസ്റ്റ് 3 ലിസ്റ്റുകൾ നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കുക. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ് ഉൾപ്പെടാത്ത ഇത് പെട്ടെന്ന് കിട്ടും, ഇത് എളുപ്പമാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്. സോ അതുകൊണ്ട് തന്നെ വനം, തൊഴിലാളി സംഘടനകൾ, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകളാണ് വനം, വിദ്യാഭ്യാസം എന്നുള്ളത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചോളാം. ഇതാണ് ആ ലിസ്റ്റ്. സോ കൺകറൻറ്റ് ലിസ്റ്റിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് 1 വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. ഓക്കെ, അഗ്രികൾച്ചർ അതല്ല, ഫോറസ്റ്റ് കേട്ടോ, നിർബന്ധമാണ്. ഇതൊന്നും വേണ്ട, അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. മെയിനായിട്ട് ഫോറസ്റ്റ്, എഡ്യൂക്കേഷൻ. ഇതിലെല്ലാം ഒന്നും തന്നിട്ടില്ല. ട്രേഡ് യൂണിയൻ, അഡ്വർടൈസ്. ട്രേഡ് യൂണിയൻ ഇപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ട്രേഡ് യൂണിയൻ അല്ല, തൊഴിലാളി സംഘടന. മെയിനായിട്ട് അത് പഠിച്ചു നോക്കാം. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലും ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് കൃഷി, പോലീസ് കേട്ടോ, ജയിൽ, ലോക്കൽ ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, പബ്ലിക് ഹെൽത്ത്. ഇത് മെയിനായിട്ട് ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് എന്ത് ചെയ്യുക? ഇതിൽ ഓർത്ത് വെക്കാം, നിർബന്ധമാണ്. യൂണിയൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് ഏകദേശം കിട്ടുന്നതാണ്. കാരണം കേന്ദ്ര ഇടപെടുന്ന വിഷയങ്ങൾ നിങ്ങൾ ന്യൂസിലും അതേപോലെ ഇങ്ങനെ കേട്ട് പരിചയമുള്ളതാണ്. അത് ഏകദേശം ഒന്ന് വായിച്ചിട്ട് കേന്ദ്ര ഇടപെടലുകളുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചാൽ തന്നെ കിട്ടും. ഇതല്ലാത്ത ഒരു ഇതുകൂടി ഒരു കേസ് കൂടി ഉണ്ടാകും, റെസിജ്വറി പവേഴ്സ് എന്ന് പറയുന്നത്, റെസിജ്വറി ലിസ്റ്റ്. ഓക്കെ, സൈബർ ലോസ് ഒക്കെ വരുന്നത് അതിലാണ് കേട്ടോ. ഒന്ന് മൈൻഡിൽ വെച്ചോ. റെസിജ്വറി പവേഴ്സ് എന്ന് വെച്ചാൽ അതായത് ഇതിൽ 3 ഉൾപ്പെടാത്ത ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളാണ് ഇത് റെസിജ്വറി പവേഴ്സ് എന്നുള്ള ഇതിൽ വരും. അത് യൂണിയൻ ലെജിസ്ലേച്ചറാണ് അതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ പവർ, അതിലെ മാറ്റങ്ങൾ വരുത്താനുള്ള പവർ ഉള്ളത് യൂണിയൻ ലെജിസ്ലേച്ചറാണ്. ഓക്കെ, കേന്ദ്ര നിയമസഭക്കാണ് എന്ത് ചെയ്യുന്നത്? പാർലമെൻറ്റിനാണ് അതിൻ്റെ പവർ. സോ ഇത്രയാണ് 30 ക്വസ്റ്റ്യൻസ്. കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് അത്ര ഫാസ്റ്റിൽ വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് വീഡിയോ ഒന്ന് ടൈം സ്ലോ ആക്കി ഇട്ടാൽ മതി, അതിൻ്റെ സ്പീഡ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? 31 മുതലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം.